പാലക്കാട്ടെ ഏറ്റവും പുതിയ പോളിംഗ് ശതമാനം എത്ര? 62.02. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ചുള്ള വിലയിരുത്തലുകൾക്ക് പ്രസക്തിയില്ല. 75% എന്ന കഴിഞ്ഞ തവണത്തെ നമ്പറിലേക്ക് അല്ലെങ്കിൽ പോളിംഗ് ശതമാനത്തിലേക്ക് എത്തുമോ എന്നതിലും ഉറപ്പില്ല. എങ്കിൽ പോലും അല്പം മുമ്പ് LDF സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ഓരോ ബൂത്തുകളിലും ഏതാണ്ട് 130ഓളം ബൂത്തുകൾ കവർ ചെയ്തു. 184-ൽ 150എങ്കിലും കവർ ചെയ്യണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമെന്ന് അദ്ദേഹം പറയുന്നു. പലയിടങ്ങളിലും UDF-നും NDA-ക്കും അതായത് BJP-ക്കും ഔട്ട് ബൂത്തുകളിലും ഇൻ ബൂത്തുകളിലും ഏജൻറ്റന്മാർ പോലും ഇല്ല. കാരണം അവർക്ക് ഇരിക്കേണ്ടതായ ഒരു സാഹചര്യമല്ല തെരഞ്ഞെടുപ്പിൽ രൂപപ്പെടുന്നതാണ് അവരുടെ പിൻവാങ്ങലിൽ നിന്ന് ബോധ്യമാകുന്നത്. പല ബൂത്തുകളിലെയും ബൂത്ത് ഏജൻറ്റുമാർ അവർ സ്വമേധയാ പോവുകയാണ്, മതിയാക്കി. തൻ്റെ ആത്മവിശ്വാസം കൂടുതൽ വർദ്ധിക്കുന്നു. 5 ആഴ്ചക്കാലം താൻ കേട്ടതും താൻ കണ്ടതുമായ കാര്യങ്ങളുടെ വിലയിരുത്തലുകളിൽ രൂപപ്പെട്ട ആത്മവിശ്വാസം LDF-ന് അനുകൂലമാണ്, ഇടതുപക്ഷത്തിന് അനുകൂലമാണ് എന്ന ഉറച്ച വിശ്വാസമാണത്. കണക്കുകളുടെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഓരോ ഗതികളും ഓരോ പഞ്ചായത്തും, അത് മാത്തൂരാകട്ടെ, പിരായിരിയാകട്ടെ, കണ്ണാടിയാകട്ടെ, പാലക്കാട് നഗരസഭയാകട്ടെ, ഓരോ ബൂത്തുകളിലും വാർഡുകളിലും താൻ രൂപപ്പെടുത്തിയ അല്ലെങ്കിൽ തൻ്റെ നിരീക്ഷണത്തിൽ രൂപപ്പെട്ട കാര്യങ്ങൾക്ക് എതിരായി ഒന്നും സംഭവിക്കുന്നില്ല എന്നതാണ് തൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത്. ഇടതനുകൂലമാണ്, ഇടതുപക്ഷാനുകൂലമാണ് എന്നാണ് ഡോക്ടർ പി സരിൻ ഉറപ്പിച്ച് പറയുന്നത്. അത് അല്പം മുമ്പ് നാം ആ വാക്കുകൾ കേൾക്കുകയും ചെയ്തു. ഇപ്പോഴിതാ നഗരസഭയുടെ മറ്റൊരു കോണിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി സച്ചിൻ വള്ളിക്കാട് ചേരുകയാണ്. സച്ചിൻ, എന്തൊക്കെയാണ് അവിടെ നിന്നും നൽകാനാകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? ഇനി ഏതാണ്ട് കഷ്ടി 1-1.25 മണിക്കൂറേ ഉള്ളൂ വോട്ടെടുപ്പ് ഔദ്യോഗികമായി അവസാനിക്കാൻ. ഒരുപക്ഷെ ക്യൂ നീണ്ടെങ്കിൽ അവർക്ക് വീണ്ടും വോട്ട് ചെയ്യാം. തീർച്ചയായും ജിംഷാദ് വലിയ പോളിംഗ് ശതമാനം, വലിയൊരു മുന്നേറ്റം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. കാരണം രാവിലെ മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെ മന്ദഗതിയിലായിരുന്ന പോളിംഗ് ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശതമാനത്തിന് ഏകദേശം അടുത്തെത്തിയിരിക്കുകയാണ്. 60.70% നിലവിൽ പോളിംഗ് പാലക്കാട് മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയത്. ഈ കഴിഞ്ഞ വർഷം 62.27%. 2% വ്യത്യാസം മാത്രമാണ് നിലവിൽ പോളിംഗ് ശതമാനത്തിലുള്ളൂ. അത് കഴിഞ്ഞ തവണത്തെ ആ ഒരു പോളിംഗ് ശതമാനത്തോട് തന്നെ എത്തിയിട്ടുണ്ട്. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയൊരു തിരക്ക് നഗരസഭയിലെ പല ബൂത്തുകളിലും ഇപ്പോൾ നിലവിൽ അനുഭവപ്പെടുന്നില്ല. അതിനാൽ തന്നെ പോളിംഗ് ഇനി എത്രത്തോളം കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന 75% എത്തുമോ എന്ന ഒരു കാര്യത്തിൽ ഇപ്പോഴും സംശയം നിലനിൽക്കുകയാണ്. പഞ്ചായത്തുകളെ സംബന്ധിച്ചിടത്തോളം കണ്ണാടി പഞ്ചായത്തിൽ 59.64%, മാത്തൂരിൽ 59.48%, പിരായിരിയിൽ 61.45% പോളിംഗാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ പാലക്കാട് നഗരസഭയിൽ 61.78% പോളിംഗാണ് നിലവിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി വരും 1.5 മണിക്കൂർ മാത്രമാണ് നിലവിൽ ബാക്കിയുള്ളത്. അതിനാൽ തന്നെ ചില ബൂത്തുകൾ, ഗ്രാമപ്രദേശങ്ങളിലെ നഗരസഭയുടെ ചില ഭാഗങ്ങളിലെ ബൂത്തുകളിലും മാത്രമാണ് ചെറിയ രീതിയിലുള്ളൊരു ക്യൂ, നീണ്ട നിര നിലവിലുള്ളൂ. അതിനാൽ തന്നെ നേരത്തെ കുട്ടനും നിർഭനും പറഞ്ഞതുപോലെ തന്നെ വലിയൊരു സംസ്ഥാന സർക്കാരിനെതിരെ ഉള്ള ഒരു വികാരമൊന്നും ഇത്തവണയും ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ നടത്തുന്നത്, അതിന് കാരണക്കാരാരാണ് എന്ന ചോദ്യമടക്കം വോട്ടർമാർ നമ്മളോട് രാവിലെ മുതൽ പങ്കുവെക്കുന്നുണ്ട്. അത്തരത്തിൽ UDF-നെതിരെ വലിയൊരു വികാരം പാലക്കാട് ഉണ്ട്. അതിന് കഴിഞ്ഞ തവണ ലഭിച്ചത്ര ഒരു പോളിംഗ് ശതമാനം UDF-ൻ്റെ കോട്ടകളിലൊന്നും അത്തരത്തിലൊരു പോളിംഗ് ശതമാനം വന്നിട്ടില്ല. LDF സ്ഥാനാർത്ഥി പറഞ്ഞതുപോലെ പല ബൂത്തുകളിലും UDF-നും BJP-ക്കും ഏജൻറ്റുമാരടക്കം ഇല്ലാത്തൊരു സ്ഥിതിയുമുണ്ട്. LDF-നെ സംബന്ധിച്ചിടത്തോളം എല്ലാ ബൂത്തുകളിലും സജീവ സാന്നിധ്യമായി വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി നിലവിൽ സാധിച്ചിട്ടുണ്ട്. തുടക്കം മുതൽ തന്നെ കേരളം ഉറ്റുനോക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ്. ഞാൻ തിരിച്ചെത്താം സച്ചിൻ.